നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിന് ഇനി ഒരു മാസത്തിൽ കുറഞ്ഞ സമയമേ ഉള്ളൂ. ഇതിപ്പോൾ ജൂലൈ ആയി. അടുത്ത വർഷം ജൂണിലാണ് ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത്, ജൂണിലും ജൂലൈയിലുമായിട്ട്. നമ്മൾ ഓരോ ടീമുകളുടെയും സ്ക്വാഡ് ഡെപ്ത് പരിശോധിക്കുന്ന വീഡിയോകളുമായിട്ട് നിങ്ങളിലേക്ക് എത്തുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അർജൻറ്റീനയുടെ സ്ക്വാഡ് ഡെപ്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ ABCD ടീമുകൾ റെഡി എന്ന് പറഞ്ഞുകൊണ്ട്. അത് ആ ടീമിൻ്റെ സ്ക്വാഡ് ഡെപ്ത് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ആണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇവർക്കൊക്കെ ഒരു 5 ടീമുകളെങ്കിലും മികച്ച ടീമുകൾ ഇറക്കാനുള്ള ഡെപ്തുണ്ട്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ വേൾഡ് കപ്പിന് എത്തുമ്പോൾ ബ്രസീലിൻ്റെ ഒരു സ്ക്വാഡ് ഡെപ്ത് അത്രയും മികച്ചതായിരുന്നു. ചിലരെങ്കിലും കളിയാക്കിക്കൊണ്ടോ ഒരല്പം അസൂയയോട് കൂടിയോ ഒക്കെ ABCD ടീമുകളിൽ B ടീമാണോ C ടീമാണോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്നത് പിന്നീട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ സ്ക്വാഡിൻ്റെ ഡെപ്ത് അങ്ങനെയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ വേൾഡ് കപ്പിലേക്ക് പോകുമ്പോൾ നമുക്കൊരു സംശയം വേണ്ട. ഫുട്ബോൾ ലോകത്ത് ഏറ്റവും അധികം മികച്ച ടാലൻറ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രി ബ്രസീലാണ്. അത് യൂറോപ്യൻ ഫുട്ബോൾ നോക്കിയാൽ മതി. അവിടെ കളിക്കുന്ന ടീമുകളിലെ ബ്രസീലിയൻ സാന്നിധ്യം ഒന്ന് നോക്കിയാൽ മതി. സംഗതി വളരെ കൃത്യമായിട്ട് നമുക്കങ്ങ് മനസ്സിലാവും. ഇപ്പോൾ സ്കോർ 90 ബ്രസീലിൻ്റെ സ്ക്വാഡ് ഡെപ്ത് അവതരിപ്പിച്ചുകൊണ്ട് 5 വ്യത്യസ്ത 11 അവർ പരിചയപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് കാർലോ ആഞ്ചലോട്ടിയാണ് ഇപ്പോൾ അവരുടെ കോച്ച്. ഈ ടാലൻറ്റുകൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് മറ്റെല്ലാവരെക്കാളും നന്നായിട്ടറിയാവുന്നയാൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഈ സ്ക്വാഡ് ഡെപ്ത് അദ്ദേഹം എങ്ങനെ അടുത്ത വേൾഡ് കപ്പിൽ ഉപയോഗപ്പെടുത്തുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഇപ്പോൾ ബ്രസീലിൻ്റെ സ്ക്വാഡ് ഡെപ്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫസ്റ്റ് ടീം നോക്കുക. A ടീം. ഇത് സ്കോർ 90 അവതരിപ്പിച്ചതാണ്. ഗോൾ കീപ്പറായിട്ട് അലീസൺ, ഡിഫൻസിൽ ഗബ്രിയേലും മാർക്കിന്യോസും സെൻറ്റർ ബാക്ക്മാരുടെ റോളിൽ, പിന്നെ ബെറാൾഡോ, യാൻകൂട്ടോ എന്നിവർ ഇരുപാർശ്വങ്ങളിൽ, റാഫീഞ്ഞ, എദേഴ്സൺ, ബ്രൂണോ ഗുയിമേറസ് എന്നിവർ മധ്യനിരയിൽ, നെയ്മർ ജൂനിയർ, വിനി ജൂനിയർ, റോഡ്രിഗോ എന്നിവർ മുന്നേറ്റത്തിൽ. ഇതാണ് ടീം A ആയിട്ട് അവതരിപ്പിക്കുന്നത്. ടീം B ആയിട്ട് അവതരിപ്പിക്കുന്നത് ഗോൾ കീപ്പറായിട്ട് എഡേഴ്സൺ, മോറസ്, ഡിഫൻസിൽ ബ്രമറും എതിർബെലിറ്റാവോയും സെൻറ്റർ ബാക്കുമാരുടെ റോളിൽ, ഇരുപാർശ്വങ്ങളിൽ ലീനോയും വാൻഡേഴ്സണും, മധ്യനിരയിൽ മാത്യൂസ് കുഞ്ഞ, ഡഗ്ലസ് ലൂയിസ്, പക്വറ്റ, മുന്നേറ്റത്തിൽ ഗബ്രിയൽ ഹീസസ്, സാവിഞ്ഞോ, ഗബ്രിയൽ മാർട്ടിനെല്ലി. ഇനി ടീം C നമ്മൾ നോക്കുകയാണ്. മൂന്നാമത്തെ ടീം. ഗോൾ കീപ്പറായിട്ട് ബെൻഡോ, ഡിഫൻസിൽ മുറിയിലോ, ഡാനിലോ, കാർലോസ് അഗസ്റ്റോ, ഡോഡോ, മധ്യനിരയിൽ ആൻഡ്രിയാസ്, കാസമിറോ, ജോയലിൻറ്റൺ, മുന്നേറ്റത്തിൽ ആൻ്റണി, ജാവോ പെഡ്രോ, ഡേവിഡ് നാരസ്. ദെൻ നമ്മൾ അടുത്ത ടീം ഡിയിലേക്ക് പോവുകയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് പെറി, ഡിഫൻസിൽ എൻട്രിക്കെ, ഡിയേഗോ കാർലോസ്, ഇഗോർ, വെസ്ലി, മധ്യനിരയിൽ ഗേഴ്സൺ, ഫാബീഞ്ഞോ ഇപ്പോൾ അൽ ഇത്തിഹാദിലാണ്, ഫാബീഞ്ഞോ, പിന്നെ സാൻഡോസ്, മുന്നേറ്റത്തിൽ റിച്ചാലീസൺ, പെപ്പെ, ഇവാനിൽസൺ. ഇനി ഡി മാത്രമാക്കണ്ട, കൂടി അങ്ങ് നോക്കാം. ടീം E നോക്കുകയാണെങ്കിൽ നെറ്റോ ഗോൾ കീപ്പറായിട്ട്, അലക്സ് ടെല്ലസും, തിയാഗോ സിൽവയും, റേസും, എമേഴ്സൺ റോയലും ഡിഫൻഡർമാരായിട്ട്, ഗോമസും, ആൻഡ്രയും, ടാലിസ്കയും, പിന്നെ മുന്നേറ്റത്തിൽ ഗലേനോയും, എൻട്രിക്കും, എസ്റ്റവായോയും. സോ ഇതിൽ ഇപ്പോൾ 5th ടീമിനൊന്നും അത്ര വലിയ പ്രാധാന്യമൊന്നും കൊടുക്കണ്ട. പക്ഷേ ഇതിൽ സ്ക്വാഡ് ഡെപ്ത് വളരെ വ്യക്തമാണ്. ഇപ്പം എസ്റ്റവായോ, എൻട്രിക്ക്, അതുപോലെയുള്ള താരങ്ങൾ ഒക്കെ സ്വാഭാവികമായിട്ടും അടുത്ത വേൾഡ് കപ്പിനുള്ള അവരുടെ സ്ക്വാഡിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും യൂത്തും പരിചയസമ്പത്തും കൂടി മിക്സായ ഒരു സ്ക്വാഡും കൊണ്ട് ആഞ്ചലോട്ടി എത്തുമെന്നും അടുത്ത വേൾഡ് കപ്പിൽ അവർ മികവ് കാട്ടുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിപ്പാണ്. ഓൾറെഡി അടുത്ത വേൾഡ് കപ്പിന് അവർ യോഗ്യത നേടിയിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.